ആലപ്പുഴ ജിംഖാന കാണാൻ വേണ്ടി വന്നേക്കാണത്. ഇവിടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്, സന്ദീപ് പ്രദീപും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞുകൊണ്ട് ബാക്കി സംസാരിക്കും. ഞങ്ങൾ ഏകദേശം മിഡിലുള്ള സീറ്റ് എടുത്തുകൊണ്ട് തന്നെ സൈഡിലുള്ള സ്പീക്കേഴ്സ് നല്ല എഫക്റ്റ് ആയിരുന്നു കിട്ടിയത്. ഏകദേശം പടം കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുന്ന കാഴ്ച കാണുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ലേസർ പ്രൊജക്ഷൻ, 4K ലേസർ പ്രൊജക്ഷൻ. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല ബേസ്, നല്ല കിടിലൻ DCP ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പടം കണ്ടതിനും നല്ല തിരക്കാണ്ട് ഇവിടെ. എടപ്പള്ളി വനിതയുടെ അടുത്താണ് കണ്ടത്. അപ്പോൾ എന്തായാലും ബാക്കി വീട്ടിലിട്ട് സംസാരിക്കാം. ഏതെങ്കിലും ഒരു ഡയറക്ടർ സ്വന്തം പടത്തിൻ്റെ 1 ലൈൻ അല്ലെങ്കിൽ 1 ലൈൻ സ്റ്റോറി ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പടം ഇറങ്ങി 2 ആഴ്ച മുമ്പ് പറയുമോ എങ്കിലത് കാലിതീരുമാനം കൊണ്ട് സാധിക്കും. കാരണം ഇഫ് യു ഹാവ് കോൺഫിഡൻസ് ഓഫ് യുവർ ക്രാഫ്റ്റ്, പിന്നെ നമുക്ക് ആ കഥ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ നമുക്ക് വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും കിടുവായിട്ട് മനുഷ്യൻ മേക്ക് ചെയ്ത് വെച്ചാണ്. കാലിതീരുമാനം സിനിമകൾ അറിയില്ല, എപ്പോഴും ഭയങ്കര കിടിലൻ മേക്കിംഗ് ഉണ്ട്. പക്ഷെ അതുപോലെ അറ്റ് ദ സെയിം ടൈം കിടിലൻ സ്ക്രിപ്റ്റും സിനിമയ്ക്ക് ഉണ്ടാവും. രതീഷ് രവിയാണ് ഇതിൻ്റെ ഡയലോഗ്സ്. കാലിതീരുമാനം വേറൊരാളും കൂടിയാണ്, പേരെ മറന്നു, ആളും കൂടിയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. കാലിതീരുമാൻ്റെ ഒരു വലിയൊരു പങ്ക് സിനിമയ്ക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പണി മാളിയെ പിന്നെ മൊത്തത്തിൽ അങ്ങനെ കൈന്നു. ഇതിനകത്ത് എല്ലാവരും പെർഫോമൻസ് ആയാലും ഇത് മൊത്തത്തിലുള്ള ടീം വർക്ക് നമുക്ക് ഈ സിനിമയിൽ പറയാൻ കഴിയും. കാരണം എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇവർ ഒരു ബോക്സിംഗ് റിങ്ങിനകത്ത് കയറി ഇവരിങ്ങനെ പെർഫോം ചെയ്യുന്ന പോലെ നമുക്ക് അത്രയും നാച്ചുറലായിട്ട് തോന്നും. എടുത്ത് പറയേണ്ട പെർഫോമൻസ് ഫ്രാങ്കോ ഫ്രാൻസിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഷിഫാസ് അലി എന്നുള്ള ക്യാരക്ടർ, വലിയ ഷിഫാസും ഉണ്ട്, ചെറിയ ഷിഫാസായിട്ട് വന്നിരിക്കുന്ന ഇവിടെ തണ്ണീർമത്തലിൻ്റെ മറ്റേ പുള്ളിയില്ലേ, എന്തായാലും ലിൻഡപ്പനാണ് ഇതിൻ്റെ അകത്ത് പിന്നെ ഫ്രാങ്കോ ഫ്രാൻസായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ദീപ് പ്രദീപ് വേറെ ലെവൽ ആക്ടറുണ്ട്. സന്ദീപ് പ്രദീപ് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ ശിവ ഹരിഹരൻ ഉണ്ട്. പിന്നെ കാർത്തിക് എന്നുള്ള ഒരു ആക്ടറുണ്ട്, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ പിക്കപ്പ് ലൈൻ ഒക്കെ പറയുന്ന ഒരാളല്ലേ. ഞാൻ ആദ്യം പറഞ്ഞാൽ ഭയങ്കര ക്രിഡ്ജാവുന്ന ഒരു പ്രതീക്ഷ. കാരണം എനിക്ക് പുള്ളിയുടെ പിക്കപ്പ് ലൈൻസ് ഒന്നും ഒട്ടും സംഭവം ഒട്ടും ഇഷ്ടമല്ല. പിക്കപ്പ് ലൈനെ എനിക്കിഷ്ടമല്ല, അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ശിവ ഹരിഹരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കിരൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു ആക്ടർ ഉണ്ട്, നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മുടിയൊക്കെ ഉള്ള ഒരു ആക്ടറാണ്. വളരെ രസമാണ്, വളരെ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗണപതിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം വളരെ വളരെ വീക്കായിട്ട്, പക്ഷേ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. നമുക്ക് ഈ പുള്ളി പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പെർഫോമൻസ് കിടുവായിട്ട് പുള്ളി അടിപൊളിയായിട്ട് തകർത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടിപ്പിക്കലി സിനിമയിലുള്ളൊരു ക്ലീശയാണ് ഈ കോച്ചസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ആശാൻ്റെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം ഇതിനകത്തില്ല. കാരണം ഇതിനകത്ത് അഭിനയിച്ചിട്ടും കോച്ചായിട്ട് അഭിനയിക്കുന്ന ലുക്മാൻ പെർഫെക്റ്റ് ആയിട്ട് റോളിൽ പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ബേബി ജോൺ എന്ന് ശരിക്കും ബേബി ജോൺ അല്ല, ബേബി ജീൻ, പേര് നമ്മൾ കൺഫ്യൂഷൻ ആവും. ഡേവിഡ് ജോൺ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പുള്ളി എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ട്. പുള്ളിക്ക് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയുമെന്നാണ് ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്, അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കിഡിലൻ DCP 4K 7.1 IAB ആണ് ഇതിൻ്റെ DCP വന്നിരിക്കുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് സിനിമ തിയേറ്ററിൽ കാണാൻ. അതിൻ്റെ വിഷ്വലിയൊക്കെ സീൻ, അതായത് മെയിൻ ഒരു ഇവൻറ്റ് മറ്റേ നാഷണൽ ബോക്സിങ് കോമ്പറ്റീഷനൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു സെറ്റൊക്കെ ഇട്ടത്, അതിൻ്റെ ഒരു മേക്കിങ്ങും ലൈറ്റിങ്ങൊക്കെ വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം മാനേജ് ചെയ്തിട്ടുണ്ട് ഇവർ. ആ സെറ്റും കാര്യങ്ങളൊക്കെ നല്ലോണം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മാക്സിമം. പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു. അതായത് ഒരുപാട് മറ്റേ സിനിമയിലും ക്ലീഷേഴ്സ് ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. അത് വീട്ടിൽ കൊണ്ട് അവിടെ വീണു, അല്ലാതെ അവിടെ വീട്ടിൽ കൊണ്ടിട്ട് ദൂരെ നിന്ന് മറ്റേ സ്പീഡ് ട്രാക്കിൽ ദിലീപ് വേണ്ടില്ല കമോണാട്ടാ അവർക്ക് ക്ലീഷേഴ്സ് ഒന്നുമില്ല. ആ ഒരു ക്ലീഷയൊക്കെ പൊളിച്ച് ചെയ്തതിൻ്റെ സമയം അതിക്രമിച്ചു. എന്തായാലും ഈ സിനിമയിലൂടെ ആ ക്ലീഷ ഇല്ലാതായത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ചില ഇടങ്ങളിൽ ഇപ്പോൾ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും, ഇപ്പോൾ ആൻ്റണി ജോഷുവ എന്ന് പറഞ്ഞ ലുക്മാൻ്റെ ക്യാരക്ടറിൻ്റെ ചെറിയൊരു ഡയലോഗിലൂടെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഇതിൻ്റെ പാസ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ലുക്മാൻ്റെ പാസ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയെന്ന് തോന്നുന്നു. ചിലയിടത്ത് എനിക്ക് തോന്നുന്നു അവർ ഒതുക്കിയതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിലായിട്ട് അവർ ചെറുതായിട്ട് ഒതുക്കിയതുപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. എന്തായാലും മൊത്തത്തിലൊരു കിടിലൻ ഒരു വിഷു സമയത്ത് നമ്മൾ എന്താ വേണ്ടത്, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള പടം. അത് ആലപ്പുഴ ജിംഖാന ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ച വീഡിയോയിൽ ആൾക്കാർ പോണൊക്കെ കാണിച്ചത് ലാസ്റ്റ് പടം കഴിഞ്ഞിട്ടാണ്, പടത്തിൻ്റെ ഇടയിലൊന്നുമല്ല. എല്ലാവരും ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായി, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് പേഴ്സണലി നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ എന്താണ്, ചില ഇടങ്ങളിൽ ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും അവൻ്റെ പാസ്റ്റ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഗെയിമൊന്നുമില്ല ഇതിനകത്ത്, വലിയ ഗെയിം സംഭവം മറ്റേ പരിപാടിയൊന്നുമില്ല, ഗെയിമിംഗ് ഒന്നുമില്ല.
വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ നല്ലൊരു എൻ്റർടൈനറായിട്ട് എനിക്ക് തോന്നി. ഒരു സമ്മർ ഡ്രിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ ഈ സിനിമയെ പറയാം, ഒരു സമ്മർ റിഫ്രഷ്മെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. ഞാനിങ്ങനെ പറയാട്ടോ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ എന്തായാലും ഈ പടം കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ടാറ്റ.